4 ദിവസം മുന്നേ NIA കൊൽക്കത്ത എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത മാത്യു ആറൺ വാൻഡേക്ക്. ഇയാളെ കൂടെ തന്നെ ഏകദേശം ഒരു 6 ഉക്രൈനിയൻ പൗരന്മാരെ വേറെ എയർപോർട്ടിൽ നിന്ന് ഇന്ത്യ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഏരിയകളിൽ ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി അവിടെയുള്ള ഇൻസർജൻസ് ഗ്രൂപ്പ്സിന് സഹായം കൊടുക്കുക എന്നുള്ളത് CIA ഒരു പ്രോജക്റ്റിൽ പെട്ടതാണ്. ഇതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ മാത്യു വാൻഡേക്ക്. നമ്മൾ ഈ ഇസ്ലാമിക തീവ്രവാദത്തിനെ പറ്റി, ഇസ്ലാമിൻ്റെ പ്രശ്നങ്ങളെ പറ്റി പറയുമ്പോൾ ഇവിടെ രക്ഷപ്പെട്ടു പോകുന്ന ഒരു വിഭാഗമുണ്ട്. നമുക്ക് വേണമെങ്കിൽ അമേരിക്കൻ തീവ്രവാദം എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ക്രിസ്ത്യൻ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്ക എന്ന് പറയാം, നമുക്ക് വേണമെങ്കിൽ ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കാം, CIA ഓപ്പറേഷൻസ് എന്ന് വിളിക്കാം. ഈ മാത്യു വാൻഡേക്ക് ഇന്ത്യ വഴി ഈ പറഞ്ഞ ആയുധങ്ങളും കാര്യങ്ങളും മ്യാൻമാറിലേക്ക് കടത്താനാണ് ആക്ച്വലി നോക്കിയിരുന്നത്. പുള്ളി മിസോറാം വഴി എൻ്റർ ചെയ്തു, എന്നിട്ട് മ്യാൻമാറിലേക്ക് ആയുധങ്ങൾ. വാൻഡേക്ക് ആക്ച്വലി വളരെ ഡേഞ്ചറസ് ആയ ഒരു പേഴ്സണാണ്. ഒരു നാട്ടിലുള്ള ലോക്കൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ ട്രൈബൽ പോപ്പുലേഷനെ അവിടുത്തെ സിസ്റ്റത്തിനെതിരെയോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഗവൺമെൻറ്റിനെതിരെയോ ആയുധം എടുക്കാൻ പ്രേരിപ്പിക്കുക, അവർക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുക, അതുവഴി തീവ്രവാദം വളർത്തുക. ഈ ഒരു പ്രവൃത്തിയാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇയാൾ പല സ്ഥലങ്ങളിൽ ഇത് ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ ജയിലിലായിട്ടുണ്ട്. ജയിലിൽ പോകുന്നവരൊരു ഇന്റേൺഷിപ്പാണ് ഇയാൾ കാണുന്നത്. അപ്പം നമ്മൾ നോർത്ത് ഈസ്റ്റിൽ ഇഷ്ടംപോലെ ക്രിസ്ത്യൻ തീവ്രവാദ സംഘടനകളുണ്ട്. ഇയാളുടെ ഒരു പ്രവൃത്തി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ തീവ്രവാദ ലൈനിലാണ് ഇന്ത്യക്കെതിരെ നിൽക്കുന്ന ഈ റിബൽ ഗ്രൂപ്പ്സിന് ഈ വ്യക്തി ഫൈനാൻസ് ചെയ്യും, അവർ ഇന്ത്യക്കെതിരെ ആയുധം എടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അതിലൂടെ ഈ ക്രിസ്ത്യൻ തീവ്രവാദ ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുക, അമേരിക്കയുടെ പല ഇൻട്രസ്റ്റുകൾ ഇയാൾ നടത്തി കൊടുക്കുക, ഇതിന് നോർത്ത് ഈസ്റ്റ് ഏരിയ ഉപയോഗിക്കുക. ഈ വ്യക്തി ഇന്ത്യയിൽ വന്ന് മ്യാൻമാറിലുള്ള റിബൽ ഗ്രൂപ്പ്സിന് ഡ്രോൺ സപ്ലൈ ചെയ്യും, ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളെ സഹായിക്കും. ഈ വാൻഡേക്കിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇയാൾ ദുബായിലേക്കുള്ള ഒരു ഫ്ലൈറ്റ് പിടിക്കാൻ നിൽക്കുകയായിരുന്നു. ഇത്ര വലിയൊരു ന്യൂസായിട്ടും മലയാള മാധ്യമങ്ങൾ ഈ ഒരു ന്യൂസ് വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. അതെന്താണെന്നറിയില്ല. അമേരിക്കൻ ഇൻട്രസ്റ്റിന് അല്ലെങ്കിൽ അമേരിക്കൻ മിലിറ്ററിയുടെ ഇൻട്രസ്റ്റിന് വേണ്ടി ഇയാൾ വർക്ക് ചെയ്യുന്നു. ഗവൺമെന്റ് പിടിക്കുമ്പോൾ അമേരിക്കൻ മിലിറ്ററി വന്ന് ഇയാളെ രക്ഷിച്ചുണ്ട്. ഇയാളൊരു ഹോട്ട് പ്രോപ്പർട്ടിയാണ്. ഇയാൾ ചില സ്ഥലത്തിൽ ജേർണലിസ്റ്റ് ആയിട്ടായിരിക്കും വരിക, ചില സ്ഥലങ്ങളിൽ ഇയാളൊരു ബൈക്കറായിട്ടാണ് വരിക, മോട്ടോർ സൈക്കിളെല്ലാം റൈഡ് ചെയ്യുന്ന ഒരു ബൈക്കർ പോലെ. ഇന്ത്യയിൽ തന്നെ ഇയാൾ അറസ്റ്റിലായതിനു ശേഷം അമേരിക്കൻ എംബസി, അമേരിക്കൻ ഗവൺമെന്റ് എല്ലാം വളരെ ഹ്യൂജ് പ്രഷർ ഇന്ത്യൻ ഗവൺമെന്റിന്റെ മുകളിൽ ചെലുത്തുന്നുണ്ട്. ഈ വ്യക്തിയെ എങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടുപോകാൻ. ലോകത്ത് പൊതുവെ ഇങ്ങനെ അമേരിക്ക എവിടെയൊക്കെ ഇയാൾ ലോകത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം അമേരിക്ക ഹൈ പ്രഷറും ഹൈ ഇൻഫ്ലുവൻസും ചെലുത്തിയാണ് കൊണ്ടുപോകുന്നത്. കാരണം ഇയാൾക്ക് ഓപ്പറേഷൻസ് അറിയാം, എന്തൊക്കെയാണ് പ്ലാനിംഗ് എന്നറിയാം, ഇനി എന്തൊക്കെ ചെയ്യാൻ പോകുന്ന വ്യക്തിക്ക് അറിയാം. ഇയാളുടെ ഗ്രൂപ്പിന്റെ പേരാണ് സൺസ് ഓഫ് ലിബർട്ടി ഇന്റർനാഷണൽ. ഈ ഗ്രൂപ്പിന്റെ പേരിലാണ് ഇയാൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഈ വ്യക്തി CIAക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അത് എന്ത് കവറിലാണെങ്കിലും. ഓൾറെഡി ഇന്ത്യക്ക് പാകിസ്ഥാനുമായിട്ട് പ്രശ്നങ്ങളുണ്ട്, ചൈനയായിട്ട് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇനി ഇതുപോലുള്ള വ്യക്തികളുടെ പ്രവർത്തനം കാരണം നമുക്കൊരു മ്യാൻമാർ പോലും നമുക്കൊരു പ്രശ്നം വരും. അമേരിക്കയ്ക്ക് മ്യാൻമാറിൽ പല രീതിയിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അവർക്ക് അവിടെ മിലിറ്ററി ബേസ് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് അമേരിക്കയിൽ നമുക്ക് ബന്ധങ്ങളുണ്ട്, നമ്മൾ പല രീതിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ അമേരിക്ക ഒരു കുറുക്കനാണ്. അമേരിക്ക എപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു പണി തരാം. അല്ലെങ്കിൽ നാളെ ഇന്ത്യയിൽ ഒരു പ്രശ്നം വരുമ്പം ഈ അമേരിക്ക മ്യാൻമാറിൽ നിന്നുകൊണ്ട് നമുക്കൊരു പ്രശ്നമായി മാറും. അപ്പോൾ ഇത് നടക്കാതിരിക്കണമെങ്കിൽ ഗവൺമെൻറ് ഇങ്ങനത്തെ ആളുകളെ സ്ട്രിക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യണം. ഇങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ അനുവദിക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ നമ്മൾ എങ്ങനെയാണോ പല തീവ്രവാദത്തെയും നേരിടുന്നത്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ടെററിസത്തെയും നമ്മൾ നേരിടണം. ഇതിനെ നമ്മൾ വളരെ ലൈറ്റായിട്ട് കാണാൻ പറ്റില്ല. കാരണം അത്രയും ഡേഞ്ചറസ് ആയ ഒരാളാണ്. അയാളുടെ പ്ലാൻ വളരെ ഡേഞ്ചറസ് ആണ്. അത് ഭാവിയിൽ ഇന്ത്യക്ക് ഒരു പ്രശ്നമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും.